യു ആർ ഹാപ്പി? യെസ്? കേൾക്കണില്ല? ഔട്ട് ഓഫ് 10 എത്ര ഹാപ്പി? നിങ്ങൾക്ക് അത്ഭുതമായിരിക്കും ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം, അല്ലേ? അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാറുണ്ടോ? 10ൽ 10 ഹാപ്പിനെസ്? ഹൗ മച്ച് മാർക്ക് യു വിൽ ഗിവ് ടു യുവർ ഹാപ്പിനെസ്? ലോക റാങ്കിങ് ഒക്കെ ഉണ്ട്, അറിയോ? ഹാപ്പിനെസ് ഇൻഡെക്സ് ഓഫ് ഇന്ത്യ നോക്കിയിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള രാജ്യം ഏതാ? എങ്ങനെ കാണാം? കുറെ ആൾക്കാരോട് ചോദിക്കും, ദേ ടേക്ക് എ സ്റ്റാറ്റിസ്റ്റിക്സ്. ഫൈൻ. ഇപ്പൊ ഇന്ത്യയിൽ നോക്കിയാൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 126. പാകിസ്ഥാനേക്കാളും മോശം. ഇപ്പൊ നിങ്ങളുടെ ഹാപ്പിനെസിന്റെ ഇൻഡെക്സ് എത്രയാണ്? നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? 5 ആള് ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പേരെഴുതാം. 1 2 3 4 5. വീട്ടിലെ മെമ്പേഴ്സിന്റെ പേരെഴുതാം. ഔട്ട് ഓഫ് 10 ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ആൾക്ക് 0 കൊടുക്കുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്ക് 10 കൊടുക്കുക. അച്ഛനാണോ അമ്മയാണോ സിബ്ലിങ്സ് ആണോ നിങ്ങൾക്ക് ഉൾപ്പെടുത്തണം. ഒരു 5 6 ആൾ പേരെഴുതാം. നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള വീട്ടിലുള്ള ആൾക്കാരോ ബന്ധുക്കളോ ഒക്കെ പേരെഴുതിയിട്ട് റാങ്ക് ദം. നമ്മൾ നാഷണൽ ലോക ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിന്റെ ഹാപ്പിനെസ് ഇൻഡെക്സും കൂടി നമ്മൾ എഴുതണം, വേണ്ടേ? യെസ് ഓർ നോ? സോ റൈറ്റ് ഡൗൺ എൻ്റെ വീട്ടിന്റെ ഉള്ളിലുള്ള ആൾക്കാരുടെ ഹാപ്പിനെസ് ഇൻഡെക്സ്, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഹാപ്പിനെസ് ഇൻഡെക്സ്. നമ്മൾ ഏതെങ്കിലും ഒന്ന് പുറത്ത് കേൾക്കുമ്പോൾ അവിടെ മാത്രം ചെയ്താൽ പോരാ. എന്ത് ചെയ്യണം? ഡു ഇറ്റ് ഇൻ മൈ ഹൗസ്. നീ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും, നിങ്ങളുടെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ഇരിക്കുന്ന ആളോട് ചോദിക്കുക, ഹൗ ഹാപ്പി യു ആർ, എത്ര മാർക്ക് കിട്ടിയെന്ന് ഒന്ന് നോക്ക്. അവരച്ഛനും അമ്മയ്ക്കും എത്ര മാർക്ക് കൊടുത്തു? ആരാണ് വീട്ടിൽ ഏറ്റവും ഹാപ്പി? അച്ഛനാണോ അമ്മയാണോ? ഓക്കെ, എൻ്റെ ഒരു പുതിയൊരു പേജ് എടുക്കുക. നിങ്ങളുടെ റോൾസ് എന്ന് പറഞ്ഞാൽ അറിയാലോ. നിങ്ങൾ ആരൊക്കെയാ? നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ എന്താ പറയാ? മകളാണ് അല്ലെങ്കിൽ മകനാണ്, പിന്നെ സ്റ്റുഡൻ്റ് ആണ്, പിന്നെ ബ്രദറോ സിസ്റ്ററോ ആണ്, പിന്നെ ഫ്രണ്ട് ആണ്, ആണോ അല്ലയോ? പിന്നെ ഗ്രാൻഡ് ഡോട്ടർ ആവാം, പിന്നെ നെയ്ബർ ആവാം. ഏതാണോ നിങ്ങൾക്ക് പ്രയോറിറ്റി? ഒരു റാങ്കിങ് കൊടുത്താൽ ആ പ്രയോറിറ്റിയിൽ എഴുതും. യു തിങ്ക് ദാറ്റ് ഇതാണ് എൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾ. ഓരോരാൾക്കും ഓരോ റോൾ ഉണ്ടല്ലോ. സോ വി ഹാവ് ഡിഫറെന്റ് റോൾസ്. ഏതാണ് ഏറ്റവും പ്രയോറിറ്റി ഉള്ള റോൾ? ഇപ്പൊ ചിന്തിക്കുമ്പോൾ സ്ഥിരമായിട്ട് അതാവണമെന്നില്ല, നാളെ അത് മാറാം. നിങ്ങളുടെ റോൾസ് എഴുതാം. 1 2 3 4 5 6 ഒരു 6 റോളൊക്കെ എഴുതിയാൽ മതി. ഫാസ്റ്റ് ആയിട്ട് എഴുതണം, അധികം ചിന്തിച്ച് സമയം കളയരുത്. ഞാൻ കുറെ ഫാസ്റ്റ് ആയിട്ടാ കാര്യങ്ങൾ ചെയ്യാം. സോ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ സം പീപ്പിൾ ടു ഫോളോ. അതിനാണ് അടുത്തിരിക്കുന്ന ആളൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ടത് വേണമെങ്കിൽ. നൗ യു ആർ എ ഡോട്ടർ. ക്രമത്തിൽ താഴത്തേക്കല്ലേ എഴുതിയത്? ആസ് എ ഡോട്ടർ, ഹൗ മച്ച് മാർക്ക് യു വിൽ ഗിവ് ഇറ്റ് യു? ഔട്ട് ഓഫ് 100 ഒരു പെർസെൻറ്റേജ് എഴുതിയ. സോ ഐ ആം 0%. ഐ ആം 100% ഗുഡ് ഡോട്ടർ. നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും. ജസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ, തീർന്നില്ല. ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓപ്പൺ അനദർ ബ്രാക്കറ്റ്. അമ്മയ്ക്കൊരു റാങ്ക് തരാൻ ഉണ്ടാവുമല്ലോ, അച്ഛനൊരു റാങ്ക് തരാൻ ഉണ്ടാവില്ല. സോ യു ആർ എ ഡോട്ടർ ഓഫ് യുവർ ഫാദർ ആൻഡ് മദർ.
ഫാദർ എഫ് എന്നിട്ടിട്ട് ഡാഷ് ഇട്ടിട്ട് അച്ഛൻ എത്ര മാർക്ക് തരുന്നതാണ് നിങ്ങളുടെ ഇവാലുവേഷൻ. അമ്മ എത്ര മാർക്ക് തരുന്നതാണ് ഇവാലുവേഷൻ. ഓക്കെ, ഇനിയും സ്ഥലം ഉണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ കുറച്ച് അതിന്റെ കുറച്ച് താഴത്ത് എഴുതാം. എന്തേ? നൗ ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അച്ഛൻ നിങ്ങൾക്ക് മകൻ എന്നുള്ള നിലയിൽ ഒരു മാർക്ക് തരുന്നുണ്ടാവും. ഫൈൻ. ഇനി എഫ് എന്നിട്ടിട്ട് ആദ്യത്തെ ഇത് മാർക്ക് ഇട്ടിട്ട് എഫ് എഴുതും, അല്ലെങ്കിൽ എഫ് ഇട്ടിട്ട് മാർക്ക് എഴുതി അല്ലേ? നേരെ റിവേഴ്സ് ചെയ്യാം. നിങ്ങൾ അച്ഛൻ എത്ര മാർക്ക്? ഫാദർ ഓർ മദർ. ഇപ്പൊ ഈ പറയുന്ന റിലേഷൻഷിപ്പിലൊക്കെ അത് ബാധകമാണ്. സോ യു ആർ എ ഡോട്ടർ, യു ആർ 20% average. Maybe mother will give you some percentage, father will give you some percentage. How much percentage of mark you will give it to your father? How much percentage you will give it to your mother? ഇനി അടുത്ത പ്രാവശ്യം ഇപ്പം ഹോസ്റ്റലിൽ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഇന്ന് ഫോണിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മയോട് ചോദിക്കുക, അമ്മ എനിക്ക് എത്ര മാർക്ക് തരും, അച്ഛ എനിക്ക് എത്ര മാർക്ക് തരുന്നു ചോദിക്കുക. ഫൈൻ, റൈറ്റ് ഇറ്റ് ഡൗൺ. ഇനി അതിനേക്കാളും തമാശ പറഞ്ഞു, അമ്മയോട് ചോദിക്കുക നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും. അച്ഛനോട് ചോദിക്കുക എങ്ങനെയുണ്ട് ഭാര്യ, കൊള്ളാമോ. ഫൈൻ. സോ ആസ് എ സിസ്റ്റർ, ആസ് എ ബ്രദർ, വാട്ട് ഈസ് യുവർ ഇവാലുവേഷൻ? ഡയറക്റ്റ് സിസ്റ്റേഴ്സോ ബ്രദേഴ്സ് ഇല്ലെങ്കിൽ യു വിൽ ഹാവ് സം cousin, somebody will be there, right? Just evaluate, just for evaluation. How good you are to your closest relatives. That's a question. ചിലർക്ക് അമ്മയെക്കാളും മേ ബി യു വിൽ ഹാവ് സം ഓൺ അമ്മയുടെ സിസ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങളുടെ ക്ലോസസ്റ്റ്. എനിബഡി ക്യാൻ ബി ദർ. സോ ആസ് എ സ്റ്റുഡൻറ്, ഐ ആം നോട്ട് ആസ്കിംഗ് അബൌട്ട് മാർക്സ്. നിങ്ങളുടെ എല്ലാ ടീച്ചേഴ്സിൻ്റെ അടുത്തും ഇവാലുവേഷൻ എടുത്താൽ how much they will give you. ഇപ്പം ഞാൻ 8th ഗ്രേഡിലെ കുട്ടികളൊന്ന് കൈപൊക്കും. 8th ഗ്രേഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടികൾ 8th ഗ്രേഡിലാണ്. എൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാമിൻ്റെ പേര് ഐക്കോൺ എന്നാണ്. എന്താണ്? ICON, ഐക്കോൺ. ഞാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്ത് പ്രീ റിട്ടയർമെന്റ് ആണ്. ഐ എം നോട്ട് റിട്ടയറിംഗ് അറ്റ് ദ ഏജ്, മച്ച് ഏർലിയർ ഐ റിട്ടയർഡ്. ആദ്യം ഞാൻ വന്നത് പാലക്കാട് ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ്. സോ വാട്ട് ഐ ഡിഡ് ഈസ് ഐ ടുക്ക് 45 ഗേൾസ് ആൻഡ് 45 ബോയ്സ്. ഏത് ക്ലാസ്സിൽ ഏത് എടുക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഷുഡ് ഐ ടേക്ക് 12th ക്ലാസ്, 11th, 10th, 9th? ഏത് വേണമെങ്കിലും എനിക്ക് എടുക്കാം. ദർ വാസ് സംബഡി സ്പോൺസറിങ്. ആവശ്യത്തിന് കാശ് തരും. ഐ ക്യാൻ ഡു വാട്ട് എവർ വിത്ത് ദ ചിൽഡ്രൻ. അങ്ങനെയൊക്കെ ആയിരുന്നു കോൺട്രാക്ട്. അവരെ ആദ്യം ചെയ്യേണ്ടത് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ്. ഒക്കെ മലയാളം മീഡിയം കുട്ടികളാണ്. അവരൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ആക്കാം. ഐ ക്യാൻ ഗിവ് ദം കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പൊ ഇംഗ്ലീഷ് അസലായിട്ട് സംസാരിക്കാൻ ഞാൻ അവരെ കൊണ്ടുപോയത് എവിടെയാണെന്ന് അറിയൂ? ഗോവയ്ക്ക്. ഇപ്പൊ ക്ലാസ് തുടങ്ങി ആദ്യ ഒരാഴ്ച എവിടെയാ? ഞങ്ങള് ഗോവയിലാണ്. കാരണം ഇഷ്ടംപോലെ കാശ് ആരെങ്കിലും തരുന്നുണ്ടല്ലോ. 45 ഗേൾസ്, 45 ബോയ്സ്. ആ 90 കുട്ടികളിൽ 60 കുട്ടികൾ ഇതുവരെ ട്രെയിൻ കാണാത്തവരായിരുന്നു. ദേ ആർ ഫ്രം സച്ച് എ പ്ലേസ്, പാലക്കാടാണ്. ഐക്കോൺ എന്നാണ് എൻ്റെ പ്രോഗ്രാം. ICON. ഐക്കോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഫോക്കസ് ചെയ്ത് നോക്കുമല്ലോ അല്ലേ? അമ്പലത്തിലൊക്കെ പോയിട്ട് വിഗ്രഹം കാണാണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചു നോക്കും. അതിനാണ് ഐക്കോണിക് വ്യൂ എന്ന് പറയുക. ഐ ബിക്കം മോർ ഫോക്കസ്ഡ്. അതാണ് എൻ്റെ ആദ്യത്തെ എഡ്യൂക്കേഷൻ എക്സ്പെരിമെന്റ്. 3 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ 3 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാക്കാൻ പറ്റുമോ? ആരോടും എന്തും ചോദിക്കാൻ പറ്റുന്ന ധൈര്യം. അത് ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. ആലപ്പുഴക്കാർക്കും എളുപ്പമാണ്. ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഫോറിനേഴ്സൊക്കെ വരുന്നൊരു സ്ഥലം ആലപ്പുഴയാണ്. എവിടെയാണ്? ബീച്ചിലൊക്കെയാണ് അല്ലേ? വെറും ഓൾജിബ്രയും ജോമെട്രി ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരില്ലേ? അവരെന്ത് ഡ്രസ്സാണ് ഇടുക? ഓൾജിബ്രയും ജോമെട്രി മാത്രമേ ഉണ്ടാവുള്ളൂ അവർക്ക്. സോ ഗോ ആൻഡ് ടോക്ക് ടു ദം. ഏത് ഭാഷയിൽ സംസാരിക്കും? ഇംഗ്ലീഷ്. ഇപ്പോൾ ഗോവയിൽ പോയ ഇഷ്ടം പോലെ കാണും. ഏറ്റവും പാവപ്പെട്ടവർ ആകെ 5 സെന്റിമീറ്റർ തുണിയേ ഉണ്ടാവുള്ളൂ ദേഹത്ത് അല്ലേ? നമ്മളൊക്കെ 5 മീറ്റർ സാരിയൊക്കെ അല്ലേ സ്ത്രീകൾ ഉപയോഗിക്കുക? ആണോ അല്ലയോ? ഗോവയിൽ പോയാലോ 5 സെന്റിമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ.
അവരോട് ഈ നമ്മുടെ പിള്ളേർ പോയിട്ട് മുഖത്ത് നോക്കിയിട്ട് ചോദ്യം ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? വേർ ആർ യു ഫ്രം, ഹൗ ആർ യു, വെൻ ഡിഡ് യു കം ടു ഇന്ത്യ, വാട്ട്സ് യുവർ നെയിം. അപ്പോൾ അവരെന്ത് പറയും? അന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ചെക്കോസ്ലോവാക്യ ഒരേ രാജ്യമായിരുന്നു. ഇപ്പം വേറെയും സ്ലോവാക്യ വേറെയും. അപ്പോൾ ചെക്കോസ്ലോവാക്യ ഇവർക്ക് അറിയോ? സ്പെല്ലിംഗ് അറിയോ? സ്പെല്ലിംഗ് പ്ലീസ് എന്നിട്ട് എഴുതി വെക്കും. ഈവനിങ് ദേ ഹാവ് ടു കം ബാക്ക് ആൻഡ് റിപ്പോർട്ട് ടു മീ. അങ്ങനെയാണ് അവർ ഇംഗ്ലീഷ് പഠിച്ചത്. ചെക്കോസ്ലോവാക്യ മാത്രം പോരാ, ഉടനെ ചോദിക്കണം വിച്ച് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് യുവർ കൺട്രി. എന്തൊക്കെയാ ചോദിക്കേണ്ടതെന്ന് എഴുതി വെച്ചത്. അതൊക്കെ മലയാളത്തിൽ എഴുതിയിട്ടാണ് പോയിരിക്കണം. ഇംഗ്ലീഷിൽ എഴുതാൻ പോലും വായിക്കാൻ പറ്റാത്ത പിള്ളേരായിരുന്നു എൻ്റെ പിള്ളേർ. Got it? They all become great. അങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കുക. എക്സ്പോഷറാണ്. ഗെറ്റ് ആസ് മച്ച് നോളജ് ആസ് യു ക്യാൻ ഈവൻ വെൻ യു ആർ ട്രാവലിംഗ്. എൻ്റെ 8th ക്ലാസ് പിക്കപ്പ് ചെയ്യാൻ കാരണം ഐ വാസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ 8th ക്ലാസ് ആൻഡ് ഐ വാസ് ത്രോൺ ഔട്ട് ഓഫ് എൻ സ്കൂൾ. അതേ സ്കൂളിൽ ഞാൻ തിരിച്ചു പോയി ചീഫ് ഗസ്റ്റായിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ ഒരു കുട്ടിയും ഒരു കാലത്തും പഠിക്കാൻ പറ്റാത്തവരോ മോശമല്ല. Understood? So far you are not able to do well in some subject. That doesn't mean you are not good. It only means you are not directed properly. ആർക്കും എന്ത് വിഷയവും പഠിക്കാനാണ്. ഏത് വിഷയവും നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ റോള് മേ ബി യു ആർ നോട്ട് വെരി ഗുഡ് അക്കോർഡിംഗ് ടു സംബഡി. യു നോ വാട്ട് ഈസ് ടു ബി ഡൺ ടു ബിക്കം ദ ബെസ്റ്റ്. അമ്മയുടെ ഏറ്റവും നല്ല മകളാവാൻ എന്ത് ചെയ്യണം, മകനാവാൻ എന്ത് ചെയ്യണം നിങ്ങൾക്കൊക്കെ അറിയാം. ആലോചിക്കുക, ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കണം. ഹൗ ഡു ഐ ഇംപ്രൂവ് മൈ വെയിറ്റ്? നല്ല വെയിറ്റ് വെൽ ബിൽറ്റ് ഒക്കെ ആവണമെന്നുണ്ട്. ആളെന്ത് ചെയ്യും? എല്ലാ ദിവസവും വെയിറ്റ് നോക്കൂ, അല്ലേ? ആണോ അല്ലയോ? അതുപോലെ നമുക്ക് ജീവിതത്തിൽ നല്ല റോള് വേണം. എൻ്റെ അച്ഛനും അമ്മയും പറയണം എൻ്റെ മക്കൾ നല്ല മക്കളാണ്. പറയണമെങ്കിൽ നമ്മൾ ഇടയ്ക്ക് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് വൈ എക്സാമിനേഷൻസ്. ടെസ്റ്റ് ഈസ് ഫോർ ദാറ്റ്. So test yourself and see what I should do to become the best son, best daughter, best brother, best student. ഇടയ്ക്കിടയ്ക്ക് evaluate ചെയ്യണം. Then you know that this is what I should do to become best. Got it? Improve yourself. That's transforming, improving yourself. പറ്റുമോ? ഇപ്പോൾ 100 out of 100 ആണോ? ഡിഫറെൻറ്റ് റോൾസ് എവിടെയെങ്കിലുമൊക്കെ മേ ബി യു ആർ വെരി ഗുഡ് ഇൻ വിച്ച്. ഏത് റോളിലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്? വേഗം എഴുത്, ഫാസ്റ്റ് ആയിട്ട് റാങ്ക് ഇട്. ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, നെയ്ബർ, ഫ്രണ്ട്സ്, ഏതിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാം? What are you good at? Where are you good at? ഏതാ? ഉറക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റും. ഫ്രണ്ട്സ് അല്ലേ? യെസ് ഓർ നോ? വൈ? ബിക്കോസ് യു ആർ എന്റർടൈനിങ് ദം നൗ. പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ കുറ്റപ്പെടുത്തും. ഇഫ് ഐ വുഡ് ഹാവ് ഹാഡ് എ ബെറ്റർ ഫ്രണ്ട്, ഞാൻ ഇവിടെ ഒന്നല്ല വേറെ എന്തൊക്കെ ചെയ്തോനെന്ന് പറയും. ഞാൻ ഇങ്ങനെ ആവാൻ കാരണം ഈ ഫ്രണ്ടാണെന്നും പറയും. കാരണം നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. മഹാഭാരതം എന്ന് പറഞ്ഞൊരു കഥയുണ്ട്, ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? കേൾക്കണില്ലേ? കേട്ടിട്ടുണ്ടോ? ആന്ന് പറയണ്ടേ? കഥയുണ്ടോ ഇല്ലയോ? എന്താ കഥ? യുദ്ധമാണ്. ആരൊക്കെയുള്ള? പാണ്ഡവരും കൗരവരും. ആരാണ് ലീഡ് ചെയ്യുന്നത്? പാണ്ഡവരിലെ ധർമ്മപുത്രൻ, കൗരവരിലെ ഉറക്കെ ദുര്യോധനൻ. അവർ രണ്ടാളും പഠിച്ചത് ഒരേ ഇൻസ്പയർ ലേണിംഗ് ക്ലാസ്സിലാണ്. മനസ്സിലാവുണ്ടോ? രണ്ടാളും പഠിച്ചത് ഒരേ ക്ലാസ്സിലാണ്, ഒരേ പ്രൊഫസറാണ് പഠിപ്പിച്ചത്, ഒരേ വിഷയങ്ങളാണ് പഠിച്ചത്. ജനിച്ചതോ ഒരേ പാലസിലാണ്. മനസ്സിലാവുണ്ടോ പറയണത്? ആർ യു ഗെറ്റിംഗ് വാട്ട് ഐ ആം സേയിങ്? എന്താ അതിനർത്ഥം? ആരാ നല്ലവര്? പാണ്ഡവന്മാരോ കൗരവന്മാരോ?
ആരെയാ നമ്മുടെ ഭാഗത്ത് നിർത്തുക? പാണ്ഡവന്മാരെയാണോ കൗരവന്മാരെയാണോ? പാണ്ഡവന്മാരെ, ബിക്കോസ് ദേ വർ ഗുഡ്. കൗരവന്മാര് കുറേ ആളുണ്ട്, പക്ഷെ പോരാ, അങ്ങനെയല്ല വേണ്ടത്. എന്താ കാരണം? പാണ്ഡവന്മാര് നല്ലതാവാൻ ജനിച്ച സ്ഥലമല്ല, കാരണം രണ്ടാളും ഒരേ സ്ഥലത്താണ് ജനിച്ചത്. പിന്നെ പഠിച്ച സ്ഥലമല്ല. ആകെ വ്യത്യാസം എന്താണ്? കൗരവന്മാരുടെ അച്ഛൻ അന്ധനായിരുന്നു. ധൃതരാഷ്ട്രർ ബ്ലൈൻഡാണ്. യെസ് ഓർ നോ? അച്ഛൻ ബ്ലൈൻഡ് ആയാൽ അമ്മ എന്ത് ചെയ്യണം? കണ്ണ് തുറന്ന് ഹെൽപ്പ് ചെയ്യാൻ. ആ മണ്ടിയായ അമ്മ എന്ത് ചെയ്തു? കണ്ണടച്ചു. അച്ഛനും അമ്മയും അന്ധരായാൽ മക്കൾ മോശമാവും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വഴിതെറ്റിയാൽ നമ്മളൊക്കെ പറയാം, ഇറ്റ്സ് നോട്ട് യുവർ ഫാൾട്ട്. നിങ്ങൾ പഠിച്ച സ്ഥലമല്ല, നിങ്ങളുടെ സ്റ്റാറ്റസോ പൊസിഷനോ ഒന്നുമല്ല, അച്ഛനും അമ്മയും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. പാണ്ഡവന്മാരിൽ ആരാ ശ്രദ്ധിച്ചത് നിങ്ങളെ? അമ്മയാണ്. അച്ഛന്മാർ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അവർ വ്യത്യസ്തമായ അച്ഛന്മാരാണ്. പക്ഷെ ഒരാളും പാണ്ഡുവും നോക്കിയിട്ടില്ല, പാണ്ഡു പെട്ടെന്നേ മരിച്ചുപോയി. ആരാ ശ്രദ്ധിച്ചത്? അമ്മയാണ്. പക്ഷെ അമ്മയല്ല അടുത്ത സുഹൃത്താരാ? പാണ്ഡവന്മാരുടെ സുഹൃത്താരായിരുന്നു. ഉറക്കെ ഐ വാണ്ട് ആൻസർ ചെയ്യാ. കൗരവന്മാരുടെയോ? ശകുനി. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് കൃഷ്ണനാണെങ്കിൽ നിങ്ങൾ നന്നാവും. അതിന് പകരം ശകുനി ആണെങ്കിൽ കഥ പോയി. ശകുനി എവിടുന്നാ? ഏത് നാട്ടുകാരനാ? ഗാന്ധാർ നരേഷ്. ഗാന്ധാർ എഴുതണം, അല്ലെങ്കിൽ മറന്നുപോകും. ഗാന്ധാർ ഇതൊക്കെ കേൾക്കാൻ എളുപ്പാ, പക്ഷെ ഇത് വീട്ടിൽ പോയിട്ട് ആരോടെങ്കിലും പറയണമെങ്കിൽ ഇത് എഴുതിയാലേ ഓർമ്മയുണ്ടാവും. ഗാന്ധാർ. ഗാന്ധാർ എന്ന് പറഞ്ഞാൽ കന്ദഹാറാണ്. കന്ദഹാർ എവിടെയാ? വെർ ഇസ് കന്ദഹാർ? അറിയില്ല. അഫ്ഗാനിസ്ഥാൻ. കന്ദഹാർ ഇസ് ഇൻ അഫ്ഗാനിസ്ഥാൻ. ഇപ്പൊ മഹാഭാരത കഥ പറയുന്നത് എന്താണ്? അഫ്ഗാനിസ്ഥാൻ ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ നശിച്ചു പോകുന്നു. ഡോണ്ട് സെലക്ട് യുവർ ഫ്രണ്ട്സ് ഫ്രം അഫ്ഗാനിസ്ഥാൻ എന്നാണ് മഹാഭാരതത്തിന്റെ കഥയുടെ സാരം. ഇങ്ങനെ ആരും പറയില്ല കേട്ടോ, ഞാനേ പറയുള്ളൂ. ഡോണ്ട് ആസ്ക് ഫ്രം സംബഡി ഹു ഈസ് ഗിവിംഗ്. ഈ മഹാഭാരത കഥയൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, സപ്താഹമൊക്കെ പറയുന്നത്, അയാളോടൊന്നും ചോദിച്ചത് അറിയില്ല. മഹാഭാരത കഥ എന്തിനാണെന്ന് ചോദിച്ചാൽ യു ഷുഡ് നോട്ട് ഹാവ് ബാഡ് കമ്പനി എന്നാണ്. ലോകത്തിലെ ഏറ്റവും ഇപ്പോഴും കഷ്ടപ്പെടുന്ന കുറെ രാജ്യങ്ങൾ, പക്ഷെ നല്ല റിസോഴ്സ് ഒക്കെ ഉണ്ടായിട്ടും കഷ്ടപ്പെടുന്ന ഒരു രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. പ്രകൃതി വലിയ വ്യത്യാസമൊന്നുമില്ല, കാരണം അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെയും ഗൾഫിന്റെയും ഇടയിലുള്ളൊരു സ്ഥലമാണ്. പാകിസ്ഥാന്റെ തൊട്ടടുത്താണ്. പൊളിറ്റിക്കലി പ്രോബ്ലമാണ് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും എപ്പോഴും, അല്ലേ? നല്ല പ്രോസ്പെറസ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് എന്ത് ഗൾഫ് രാജ്യങ്ങളൊക്കെ. നമുക്ക് 1940 എപ്പോഴാ ഇൻഡിപെൻഡൻസ് കിട്ടിയത്? 1970 UAE കിട്ടുന്നത്. ഓൾമോസ്റ്റ് ആഫ്റ്റർ 33 ഇയേഴ്സ്. എന്നിട്ടും അവർ വലിയ പ്രോഗ്രസ് ഉണ്ടായി. നമ്മളിപ്പോ 70 വർഷം 75 വർഷം കഴിഞ്ഞു, 76 വർഷമായി ഇല്ലേ? 78 എത്രയായി? ഞാൻ 76 എന്ന് പറയുമ്പോൾ അല്ല 78 എന്ന് പറയണം. അതാ നിങ്ങളുടെ കഴിവ്. യു ആർ നോട്ട് തിങ്കിങ്. ഇമ്മീഡിയറ്റ് റെസ്പോൺസ് വേണം. അപ്പൊ ഹിസ്റ്ററി പറയുമ്പോൾ മാത്സ് അറിഞ്ഞാലേ ഫാസ്റ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ടുഡേ സ്പെഷ്യാലിറ്റി? ഇന്നെന്താ ഡേറ്റ്? 22 ഏപ്രിൽ. എന്താണ് പ്രത്യേകത? വേൾഡ് എർത്ത് ഡേ ആണ്. എന്നോട് വന്ന് 1-2 പിള്ളേർ ചോദിച്ചു, വൈ ആം ഐ നമ്പറിങ് ഇൻ മൈ യൂട്യൂബ് 200422 YYMMDD. ഇപ്പൊ 2020 ഏപ്രിൽ 22 ഞാൻ എവിടെയായിരുന്നു. സോ ഐ ക്യാൻ ഗോ ടു യൂട്യൂബ് ആൻഡ് ചെക്ക് വാട്ട് ഐ വാസ് ഡൂയിങ് ഓൺ ദിസ് ഡേ. ഏത് വർഷം? 2019 ഓൺ ദിസ് ഡേ വാട്ട് ഐ വാസ് ഡൂയിങ്. എന്തായിരുന്നു എൻ്റെ യൂട്യൂബിലുള്ള പബ്ലിക്കേഷൻ? എന്തായിരുന്നു ഞാൻ യൂട്യൂബിലിട്ടത് എന്നറിയാൻ എന്ത് ചെയ്യണം?
കേൾക്കാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. ഇന്ന് ഭൗമ ദിനമാണ്. ഏപ്രിൽ 22 ഭൗമ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഭൂമിയെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഒരു അതിഥി നമ്മളോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ TP ശശികുമാർ. അദ്ദേഹം ISROയിൽ ബഹിരാകാശ ശാസ്ത്രജ്ഞനായിട്ട് പ്രവർത്തിച്ചയാളാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി വിങ്ങിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ ഗവേഷകനാണ്, പ്രഭാഷകനാണ്. ഡോക്ടർ TP ശശികുമാറാണ് ഇന്ന് ഭൗമദിനം പ്രമാണിച്ച് ബി പോസിറ്റീവിൽ നമ്മളോടൊപ്പം ചേരുന്നത്. അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ഭൂമിഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തറിഞ്ഞു. 2019 19 ഏപ്രിൽ ഞാൻ അമേരിക്കയിലാണ്. എൻ്റെ സുഹൃത്ത് ദുബായില് ഏഷ്യാനെറ്റ് റേഡിയോയുടെ പ്രൊഡക്ഷൻ ചീഫാണ്. ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്നത് രമേശ് പയ്യന്നൂർ എന്ന് പറയുന്ന ഒരാളാണ്. പത്തേമാരി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടോ മമ്മൂട്ടി അഭിനയിച്ച? അതിനകത്ത് മമ്മൂട്ടിയുടെ റൂംമേറ്റ് ആയിട്ട് അഭിനയിച്ചത് രമേശ് പയ്യന്നൂരാണ്, എൻ്റെ ക്ലാസ്മേറ്റാണ്. ഞങ്ങൾ രണ്ടാളും +1 +2 കൂടെയാണ് പഠിച്ചത്. 11th 12th വി വർ ക്ലാസ്മേറ്റ്സ്. അപ്പം ഞാൻ എപ്പോൾ ദുബായി പോകുമ്പോഴും എൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടാവും. കാരണം ബിക്കോസ് ഈസ് ദ ഹെഡ് ഓഫ് ദ റേഡിയോ. അപ്പം ആലപ്പുഴയിലേക്കാളും എനിക്കറിയുന്ന ആൾക്കാരുള്ളത് എല്ലാ ഗൾഫ് രാജ്യത്തുമാണ്. എന്താ കാരണം? ഏഷ്യാനെറ്റ് റേഡിയോ ഗോസ് അറൌണ്ട് ഓൾ ദി ഗൾഫ് കൺട്രീസ്. അപ്പം ഞാനൊക്കെ ചിലപ്പോൾ ഓർത്തൊന്നും വരില്ല ഭൗമദിനം. പക്ഷെ ഒരു വർഷമല്ല, അടുത്ത വർഷവും അതിൻ്റെ വർഷവും ഒക്കെ വരുമ്പോൾ ഭൗമദിനം വരുമ്പോൾ എന്തെങ്കിലും റേഡിയോ പ്രോഗ്രാം ഉണ്ടാവും. ടുഡേ ഈസ് എർത്ത് ഡേ. ഗോട്ട് ഇറ്റ്? പഴയ എൻ്റെ ക്ലാസ്മേറ്റ് ആണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും നമ്മളെ തിരിച്ചു കാണുന്നതും. ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സ് ഇപ്പൊ ഇവാലുവേറ്റ് ചെയ്തല്ലോ. ആ ഫ്രണ്ട് എപ്പോഴാണ് നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആവുക? വി ആർ ഓൾ ടോക്കിംഗ്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ സംസാരിക്കുന്ന എത്ര വർഷം കഴിഞ്ഞിട്ടാ? 40 വർഷം കഴിഞ്ഞിട്ടാണ്. വിൽ യുവർ ഫ്രണ്ട് ബി യുവർ ഫ്രണ്ട് ആഫ്റ്റർ 40 years എന്നാണ് ക്വസ്റ്റ്യൻ. ഗോട്ട് ഇറ്റ്? അങ്ങനെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? യു ഷുഡ് ഹാവ് ഗുഡ് ക്വാളിറ്റീസ്. അപ്പോഴേ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കും. ഭൗമദിനം തുടങ്ങിയ വർഷം ഏതാണെന്നറിയോ? ഇത് നമ്മൾ കുട്ടികൾ അറിഞ്ഞില്ലെങ്കിൽ, ഇപ്പൊ സയൻസിൽ താല്പര്യമുള്ള നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ആർക്ക് അറിയാൻ പറ്റും? അപ്പൊ ഏത് ചോദ്യവും ഇപ്പം ടുഡേ ഈസ് എർത്ത് ഡേ ഉടനെ ചോദിക്കേണ്ടതാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ ചോദിച്ച ചോദ്യം എന്താണ്? എപ്പോഴാ തുടങ്ങിയത്? ആണോ അല്ലയോ? സോ ഇഫ് യു വാണ്ട് ടു ബി എ ഗുഡ് സ്റ്റുഡൻറ്, അത്യാവശ്യമായിട്ട് വേണ്ടത് എന്ത് കേൾക്കുമ്പോഴും വെൻ, റൈറ്റ് ഇറ്റ്, വെൻ, വേർ, വൈ, ഹൂ, ഹൗ, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കാം. WWWWH എന്നൊക്കെയാണ് ചോദിക്കേണ്ടത്. അപ്പൊ എന്തറിയും? എപ്പോ തുടങ്ങി? 1970 തുടങ്ങി. എപ്പോ തുടങ്ങി? 1970 April 22. സെയിം ഡേറ്റ്. ഹൂ സ്റ്റാർട്ടഡ്? വൈ? വേർ? ഗോട്ട് ഇറ്റ്? വൈ ഡിഡ് ഹി സ്റ്റാർട്ട് ദിസ്? അതിലൊരു 2 വർഷം മുമ്പ് there was a oil spill. കാലിഫോർണിയ ഗാലോട്ട് എന്ന് പറഞ്ഞൊരാള് അതിനെതിരെ പ്രക്ഷോഭം തുടങ്ങിയതാണ്. കുറേ ആൾക്കാരെ സംഘടിപ്പിച്ചിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇപ്പൊ നമ്മളിത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്നെ ഒരു പ്രഭാഷണത്തിന് വിളിക്കുമ്പോഴോ ഇത് പറയണ്ടേ? സോ വൺസ് യു ലേൺ ഇറ്റ് ബിക്കംസ് യുവേഴ്സ്. എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും വി സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. അത് അവിടെ നിർത്തരുത്. പിന്നെയും കുറച്ച് കാലം കഴിഞ്ഞിട്ട് വരുമ്പോൾ അതേ കാര്യം പിന്നെയും പറയാൻ പറ്റും. ഷുഡ് ഹാവ് സംതിങ് ന്യൂ, റൈറ്റ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യു ഷുഡ് സീ ഡോക്യുമെന്ററീസ്. ഏറ്റവും വലിയ ഫോറസ്റ്റ് എവിടെയുള്ളത്? ആമസോൺ. ആമസോൺ എന്ന് കേൾക്കുമ്പോൾ സുഖമാണ്, വലിയ ഫോറസ്റ്റ് എന്നൊക്കെ പറയാനുണ്ട്. ഏറ്റവും വലിയ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഒട്ടനെ നമ്മുടെ ചോദ്യം എന്താവണം? കേരളത്തെക്കാളും എത്ര വലുപ്പമുണ്ടാവും? അപ്പൊ കേരളത്തിന്റെ ഏരിയ നമ്മൾ പഠിക്കും, ഇല്ലേ? ആണോ അല്ലയോ? ഇത് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് ഉള്ള ഒരാളുടെ ഒരു സ്വഭാവമാണ്. ഒരു ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചോദിക്കുക? എത്ര നിലയുണ്ട്, എത്ര വലുപ്പമുണ്ട്? ഒരു റൂം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുക, നമ്മുടെ സാധാരണ ബെഡ്റൂം 10 by 10.
10 feet by 10 feet ആണെങ്കിൽ ഉടനെ നമ്മൾ ചോദിക്കുക ഇത് എത്ര ഉണ്ടാവും? ഓ, ഇത് 20 feet ഉണ്ടാവും. കാരണം 2 ബെഡ്റൂമിന്റെ വലിപ്പം ഉണ്ടല്ലോ, ഇല്ലേ? അങ്ങനെ മനസ്സിൽ എല്ലാം കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. യു മസ്റ്റ് ഹാവ് ദ എലിജിബിലിറ്റി ടു തിങ്ക്. ആ ഒരു എലിജിബിലിറ്റിയാണ് നമ്മുടെ മാത്തമാറ്റിക്സ്. അത് നമുക്ക് തരുന്നൊരു കഴിവ് ആര് തരുന്നതാ? മാത്തമാറ്റിക്സ് തരുന്നത്. നമ്മൾ എലിജിബിൾ ആക്കുന്ന ഒരു ടൂളാണ് മാത്തമാറ്റിക്സ്. അപ്പൊ ആമസോൺ ഉടനെ ചോദിക്കേണ്ടത് ഇന്ത്യയെക്കാളും വലുതാണോ? എത്ര പെർസെന്റേജ് ആണ്? എവിടെയാണ് ആമസോൺ? അതിനെക്കുറിച്ച് വല്ല ഡോക്യുമെന്ററി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതാ അത്? അത് ചാനലിന്റെ പേരല്ലേ? നിങ്ങളൊരു സിനിമ കണ്ടിട്ടുണ്ടോ നോക്കുമ്പോ യെസ്. ഏതാ കണ്ടത്? ഏഷ്യാനെറ്റിൽ. അങ്ങനെയാണോ പറയാ? അല്ലല്ലോ പറയാ. വിച്ച് ഈസ് ദ പ്രോഗ്രാം. ഏത് പ്രോഗ്രാം കാണുമ്പോഴും എന്ത് ചെയ്താലും ഉടനെ നോട്ട് എഴുതി വെക്കുക. ദെൻ യു വിൽ നോട്ട് ഫോർഗെറ്റ്. ആമസോണിനെ കുറിച്ച് ഇറങ്ങിയിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഡോക്യുമെന്ററി എന്ന് പറയുന്നത് കൗസ്പിറസി എന്നാണ്. എന്താണ് കോൺസ്പിറസി എന്നൊരു വാക്ക് കേട്ടില്ലേ? എന്താ കോൺസ്പിറസി? എന്താ കോൺസ്പിറസി? അപ്പൊ ക്ലിയർ ആയിട്ട് എനിക്ക് അറിയാത്തൊരു സാധനത്തെ കുറിച്ച് ഒരു കേസ് ഉണ്ടാക്കുമ്പോൾ ആ കേസിനെ കുറിച്ച് നമ്മുടെ ഈ ടി വിയിലൊക്കെ കാണുന്ന ഡിസ്കഷൻസ് ഒക്കെ കോൺസ്പിറസിയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞത് കോൺസ്പിറസി കൂടി ചേർത്തിട്ട് കൗസ്പിറസി. അതുപോലെ അർത്ഥനെ കുറിച്ചുള്ള വേറെ അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീരീസ് ആണ് സീസ്പിറസി, കടലിലുള്ള കോൺസ്പിറസി. ആമസോൺ കാടുകളുടെ ഒക്കെ കുറേ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയാണെന്ന് അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആമസോണിന്റെ വലിപ്പം എത്രയാണെന്ന് അറിയണം, കേരളത്തിന്റെ വലിപ്പം എത്രയാണെന്ന് അറിയാം. ഇന്നത് പഠിക്കണം. എന്തിനാ എർത്ത് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്? എന്തിനാ സെലിബ്രേറ്റ് ചെയ്യുന്നത്? പ്ലാസ്റ്റിക് പാടില്ല എന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക്കിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള കുറെ ബാനർ ഉണ്ടാക്കാനാണ്. പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ ബാനർ ഉണ്ടാക്കും. അതിൽ ഏതിലാ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവുക? പ്ലാസ്റ്റിക്. അതുകൊണ്ട് കാര്യമില്ല. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ ഞാൻ ചോദിക്കുന്ന പോലെ കുറേ ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇരിക്കുന്നത് വ്യത്യസ്തമായ ഗ്രൂപ്പുകളെ ഇങ്ങനെ മിക്സ് ചെയ്യാൻ കാരണം ചിലപ്പോൾ ജൂനിയേഴ്സിന് നിങ്ങളെക്കാളും അറിയും, സീനിയേഴ്സിനെക്കാളും. ചിലപ്പോൾ സീനിയേഴ്സിന് ജൂനിയേഴ്സിന് കുറച്ച് പറഞ്ഞു കൊടുക്കാനും പറ്റില്ലേ? മേക്ക് എ ബ്യൂട്ടിഫുൾ നോട്ട് ഓൺ assume that you are supposed to come here and speak. I'll give chance for you. പറ്റുന്ന എല്ലാ ഓപ്ഷൻസും നിങ്ങൾ യൂസ് ചെയ്യണം. ജംപ് ഇൻ ടു ആക്ഷൻ. എന്താണ് ഉദ്യമം? റൈറ്റ് ഡൗൺ. റിപ്പീറ്റ് വെൻ ഐ എം സേയിങ്. ഉദ്യമം. ഉറക്കെ. സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. എന്താണത്? ഉദ്യമം എന്ന് പറഞ്ഞാൽ പ്ലാനിങ്. ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഞാനിപ്പോ തരുന്നൊരു ഓപ്ഷൻ എർത്ത് ഡേയെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്യാൻ എന്ത് ചെയ്യണം? തൊട്ടടുത്തുള്ള ആളുകളൊക്കെ സംസാരിച്ച് കളക്ട് ദ ഇൻഫർമേഷൻ, തിങ്ക് അബൌട്ട് ഇറ്റ്, ഓൾ ദാറ്റ് യു ക്യാൻ ഡു. ഓക്കെ, അത് കഴിഞ്ഞ് ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ പറയുന്ന സമയത്ത് അതൊക്കെ എഴുതിയെടുക്കുക. then you get more and more knowledge. So tomorrow you will be able to add more knowledge. But next year you can do much better than this. അപ്പൊ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. എപ്പോഴത്തേക്ക്? നാളത്തേക്കല്ല, അടുത്ത വർഷത്തേക്ക്. അടുത്ത വർഷം എർത്ത് ഡേക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ ഞാനത് ഉപയോഗിക്കും. അതിനുവേണ്ടി കാത്തിരിക്കാം. ഞാൻ മിക്കവാറും പ്രിപ്പയർ ചെയ്യും. പക്ഷെ പ്രിപ്പയർ ചെയ്ത് ഒന്നും അപ്പം ഉപയോഗിക്കില്ല. എപ്പോഴാണ് ഉപയോഗിക്കുക? അടുത്ത വർഷം ഉപയോഗിക്കുക. കാരണം ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കേ ന്യൂസൊക്കെ വരുള്ളൂ അല്ലേ? ഇപ്പൊ രാവിലെ നമ്മളിപ്പോ ഇന്ന് റെക്കോർഡ് ചെയ്ത് കൊടുത്താലല്ലേ, അല്ലെങ്കിൽ ഇന്നലെ റെക്കോർഡ് ചെയ്ത് കൊടുത്താലാണ് ഇന്ന് ദുബായിൽ ഏഷ്യാനെറ്റിൽ വരിക. അപ്പൊ ഇന്ന് ആരെങ്കിലും പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റില്ല. സോ ഐ വിൽ ഹാവ് ടു യൂസ് മൈ നോളജ്. പക്ഷെ അടുത്ത വർഷം എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യും. എന്റെ ടോക്ക് കഴിഞ്ഞു, ഇനി ഞാൻ കേൾക്കേണ്ട കാര്യമില്ല എന്നല്ല. ആ സമയത്തും ഞാൻ അതിന്റെ നോട്ട് ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ച് അടുത്ത വർഷം ഉപയോഗിക്കും. ഇപ്പം എർത്ത് ഡേയെ കുറിച്ച് പറയും. പക്ഷെ ഞാൻ ഇപ്പൊ പാടിയ ആ ഒരു പാട്ടുണ്ടല്ലോ, എന്താണത്? അതിങ്കലങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്തറിഞ്ഞു. അത് അധികാരം പേരും പറയില്ല. അപ്പൊ എന്തറിയണം? സയൻസ് മാത്രം അറിഞ്ഞാൽ പോരാ. എനിക്ക് എന്തറിയണം? സയൻസ് ഉപയോഗിച്ചിട്ട് ആൾക്കാർ എഴുതിയിട്ടുള്ള കവിത കൂടി അറിയാം. കേരള ഈസ് ബ്യൂട്ടിഫുൾ. എന്താ കാരണം?
ഇന്നലെ നമ്മൾ പറഞ്ഞ 26th ചൊല്ലുന്ന ഒരു പാട്ടുണ്ടല്ലോ, എന്താണത്? വന്ദേ ഉറക്കെ. ഇത്ര നല്ലൊരു എർത്തിന്റെ പാട്ടാണത്, ആണോ അല്ലയോ? ഇന്നലെ അറിയാതെ പറഞ്ഞു പോയതാ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എർത്ത് സോങ്. അപ്പൊ എർത്ത് ഡേക്ക് ചൊല്ലാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല സോങ് ഏതാണ്? സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം. അതാണ് നമ്മുടെ ഭാരതം. അണ്ടർസ്റ്റുഡ്? മഹാത്മാഗാന്ധി എർത്ത് ഡേക്ക് പറ്റുന്ന ഫോറസ്റ്റിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു പ്രോവർബ് ഉണ്ട്, കൊട്ടേഷൻ. എന്താ അറിയോ? when you attack, when you disturb, when you try to cut a tree in a forest, ഒരു ഫോറസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു മരത്തിനെ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ, അവിടെ നിന്ന് എന്തെങ്കിലും കട്ട് ചെയ്യുന്ന സമയത്ത്, ഇറ്റ് ഈസ് ഈക്വലന്റ് ദാറ്റ് ഐ ആം ഡിസ്റ്റർബിങ് മൈ നെയ്ബർ ഓർ മൈ ഫ്രണ്ട്. എൻ്റെ വീട്ടിലുള്ള അച്ഛനെയും അമ്മയെയും ഞാൻ ഉപദ്രവിക്കുന്നത് തുല്യമാണെന്ന്. ഇതിനേക്കാളും നല്ലൊരു കൊട്ടേഷൻ എവിടെയെങ്കിലും പറയാൻ പറ്റും? മനസ്സിലാവുണ്ടോ? എന്ത് വലിയൊരു എപ്പോഴാ പറഞ്ഞത്? ഇത് 1970 എർത്ത് ഡേ തുടങ്ങിയത്, ആണോ അല്ലയോ? മഹാത്മാഗാന്ധി പറഞ്ഞത് എപ്പോഴാ? അദ്ദേഹം മരിക്കുന്നതിന് മുമ്പാവല്ലോ. അപ്പൊ 1950 മുമ്പല്ലേ? അതിനും 20 വർഷം മുമ്പ് മഹാത്മാഗാന്ധി അതിനേക്കാളും നല്ല ഏത് കാലത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൊട്ടേഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളത് അത്ര ഫേമസ് ആക്കിയിട്ട് യുണൈറ്റഡ് നേഷനിലൊക്കെ കൊണ്ടുപോയിട്ട് എർത്ത് ഡേ ഒന്നും ആക്കാൻ വേണ്ടിയിട്ട് ഫേമസ് ആക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ യുണൈറ്റഡ് നേഷൻസ് എർത്ത് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഹിസ്റ്ററി പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധിയെ കുറിച്ചും നമ്മുടെ മലയാളി എഴുതിയിട്ടുള്ള പാട്ടിനെ കുറിച്ചൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ കുറച്ചും കൂടി യുണീക്ക് ആവുക. ഗോട്ട് ഇറ്റ്? അപ്പൊ എപ്പോഴും ചോദിക്കേണ്ടത്, ഓ സംതിങ് ഹാപ്പൻഡ് സംവെയർ, ഇമ്മീഡിയറ്റ്ലി ചോദിക്കേണ്ടത്, did it happen in India, did it happen in Kerala, did it happen in my place, what is their contribution? ഇങ്ങനെ ചോദ്യം ചോദിക്കണം. the more and more you ask. അപ്പൊ എന്താണ് പഠിക്കാനുള്ള മാർഗം? where, when, why, how, കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാം. ഇതാണ് ഉദ്യമം, പ്ലാനിങ്. ഉദ്യമം. സാഹസം എന്താണ്? when I call you come here, ഞാൻ വരില്ല. അവർക്ക് സാഹസമില്ല എന്നുള്ളതാണ്. ജമ്പ് ഇൻ ടു ആക്ഷൻ. എന്താണ് ജമ്പ് ഇൻ ടു ആക്ഷൻ? അതിനാണ് സാഹസം എന്ന് പറയുന്നത്. അതിനെന്ത് വേണം? ധൈര്യം വേണം. ഉദ്യമം, സാഹസം, ധൈര്യം. ധൈര്യം മാത്രം ഉണ്ടായാൽ മതിയോ? എന്നിട്ട് ഇവിടെ വന്നിട്ട് പപ്പ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്ത് വേണം? ബുദ്ധി, ശക്തി, പിന്നെ പരാക്രമം വേണം. എന്താ പരാക്രമം? ഞാൻ പോവാം എന്ന് പറഞ്ഞ് പുറപ്പെടുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ആൾ പറയും, അടിരിക്ക് പോണ്ടെന്നേ. അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഇല്ലേ നിങ്ങൾക്ക്? നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന കുറേ ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ട് ഇല്ലേ? അവരോട് പറയാ, ഐ ആം ഡിസ്കണക്ടിങ് ഫ്രം യു. എൻകറേജ് ചെയ്യാനാണ് ആര് വേണ്ടത്? ഫ്രണ്ട്സ്. ഒരാൾ ഞാൻ പോവാം എന്ന് പറയുമ്പോൾ പോണ്ടെന്നല്ല പറയേണ്ടത്, ഞാനും വരാന്ന് പറയാം. ആ കഴിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ യു വിൽ ബിക്കം ഗ്രേറ്റ്. തിരിച്ചാണ് ഫ്രണ്ട്സ് എങ്കിൽ ലോസ്റ്റ് യുവർ ബെൽ. അപ്പൊ നിങ്ങളെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും ആരാ? ഫ്രണ്ട്സ് ആണ്. ഉദ്യമം, സാഹസം, ഓക്കെ, ബുദ്ധി, ശക്തി, പരാക്രമം. ഷഠേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയത്. ഈ ക്വാളിറ്റികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഭഗവാൻ നിങ്ങളുടെ പിന്നാലെ വരുന്നതാണ്. നമ്മുടെ ഭാരതീയ ശാസ്ത്രത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ പാപിയായാൽ നിങ്ങളുടെ അടുത്തേക്ക് ഭഗവാൻ വരുന്നു. നമ്മളൊക്കെ പറയുന്നത് നല്ല കഴിവുള്ളവരുടെ അടുത്താണ് ഭഗവാൻ വരിക. കഴിവുണ്ടാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഞാൻ ജനിച്ചത് മോശം സ്ഥലത്തായി പോയി, അതുകൊണ്ട് എനിക്ക് കഴിവില്ല. എവിടെയായാലും നിങ്ങളുടെ പാരൻസ് എങ്ങനെയായാലും കുഴപ്പമില്ല, നല്ലവരായാലും ചീത്തയായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് നന്നാവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത് ഉപയോഗിക്കണം. എങ്ങനെ വേണം? ചിന്തിക്കണം. ഓരോ നിമിഷവും ചിന്തിക്കണം. ഭൂമി ദേവി എന്നാണ് ആര് പറയാ? ഭാരതത്തിലെ ഭൂമിയെ എന്താ കൽപ്പിച്ചിരിക്കണേ? ദേവിയാണ്. സപ്തമാതൃക്കൾ, ഒന്ന് ദേവി അമ്മയാണ്. ദശമഹാവിദ്യ ഡോക്ടർ DPS ബുക്കാണ്. ഒന്ന് ഭൂമിയെ കുറിച്ചാണ്. ഒരു അമ്മ എന്ന് പറയുന്നത്, ഒരു ദേവി എന്ന് പറയുന്നത് ഭൂമിയാണ്. സനാതനധർമ്മം എന്ന് കേട്ടിട്ടില്ലേ? എന്താ സനാതനധർമ്മം? 2 കർമ്മങ്ങളാണ്. ഒന്ന് ഇഷ്ടകർമ്മം, എനിക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു കർമ്മം.
ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് വേറൊരു കർമ്മം. 2 കർമ്മേ ഉള്ളൂ. ഒന്ന് എനിക്ക് വേണ്ടി, ഒന്ന് ബാക്കിയുള്ളവർക്ക് വേണ്ടി. എനിക്ക് വേണ്ടി ചെയ്യുന്നതിന് ഇഷ്ടകർമ്മം എന്നാ പറയാം, ബാക്കിയുള്ളവർക്ക് ചെയ്യുന്നതിന് പൂർത്തകർമ്മം എന്നാ പറയാം. എന്താണ് പൂർത്തകർമ്മം? വാബി പറയും, വാബി കൂപ തടാകാനി ദേവതാനേനാനിച്ച അന്നപ്രധാനമുദ്യാന്നം പൂർത്തം മിഥ്യഭിധീയതയെന്ന്. വാബി കിണറ്, കൂപം കുളം, ചെറിയ കുളം, തടാകം നിങ്ങളുടെ വലിയ ബണ്ടില്ലേ ഇവിടെ ഇല്ലേ, അത് തടാകമാണ്. ആരോ ഉണ്ടാക്കിയൊരു ബണ്ടാണ്. ഹ്യൂമൻ മെയ്ഡ് ബണ്ടുകൾ കുറേ ഉണ്ട്. വാബി കൂപ തടാകാനി, കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ദേവതാനയനാനിച്ച, അതെങ്ങനെയുള്ളതാവണം? അന്നപ്രധാന ബുദ്ധ്യാന്നം. നമ്മളൊരു മരം വെച്ചാൽ അത് പൂവുണ്ടാവുന്നതായാലും കുറേ വണ്ടുകൾ വരും ഇല്ലേ? ആർക്കൊക്കെയാ ഭക്ഷണം കഴിക്കാൻ പറ്റുക? ഒരു പ്ലാവ് വെച്ചാൽ അതിൽ ചക്ക ഉണ്ടായാൽ നമ്മൾ മാത്രമേ കഴിക്കുള്ളൂ? അണ്ണാർക്കണ്ണൻ കഴിക്കും, കുരങ്ങൻ കഴിക്കും ഇല്ലേ? അത് കഴിഞ്ഞ് നിലത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ കുറേ പ്രാണികൾ അതിൻ്റെ ചുറ്റും കാണും. കാക്ക കഴിക്കും. ഏതൊക്കെ ജീവികളാണ് കഴിക്കുന്നത്? ഇപ്പൊ നമ്മുടെ എർത്ത് ഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ, ഇന്ത്യയുടെ പഴയ ട്രഡീഷനിൽ ഇതൊക്കെ എർത്ത് ഡേയുടെ ഭാഗമാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടതേ ലഭതേ സ്വർഗം, നിങ്ങൾക്ക് സ്വർഗം കിട്ടും, പക്ഷെ മോക്ഷം കിട്ടില്ല. പെർമനന്റ് ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എൻവിറോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ എൻവിറോൺമെന്റ് ഡേ തുടങ്ങിയത് 1970-ലാണോ? യുണൈറ്റഡ് നേഷൻ ഗംഭീരമായിട്ടൊക്കെ ആഘോഷിക്കുന്നത് ഇപ്പോഴാണ്. പക്ഷെ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ട് എത്ര വർഷമായി? എന്തായാലും ഉത്തരം അറിയില്ല. കാലാകാലങ്ങളായിട്ടുണ്ട്. നമ്മുടെ ഓരോ ക്ഷേത്രവും എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. എല്ലാ ക്ഷേത്രത്തിനും ചുറ്റും കുളമുണ്ട് ഇല്ലേ? കുറേ കാടുകളുണ്ടാവും, കാവുകളുണ്ട്. അപ്പോൾ എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ്റെ ഒരു സിമ്പിളാണ്. അപ്പൊ നമുക്ക് ചുറ്റുമുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരാഘോഷം വരുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യാം അല്ലേ? ഇന്നലെ ഞാൻ പൈ എന്നൊരു വാക്ക് പറഞ്ഞില്ലേ? 2πr പറഞ്ഞു ഇല്ലയോ? ഇന്നലെ കാണിക്കാന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞില്ലേ? എന്റെ നമ്പർ തന്നില്ലേ? ഇന്നലെ എന്റെ നമ്പർ തന്നത് പൂജിക്കാണ്. എന്നിട്ട് ഒരാളും എനിക്ക് മെസ്സേജ് അയച്ചില്ലല്ലോ. അയച്ചോ? ഇല്ല. ആ ഒരു സ്വഭാവം നിങ്ങൾക്കില്ല. ഉണ്ടോ? നമ്മൾ ഏറ്റവും നല്ല ഗ്രൂപ്പ് എന്ന് വിശ്വസിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഒരു ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരാൾ പോലും എന്നോട് പറഞ്ഞില്ല ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി. പറഞ്ഞ ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ കൈബുക്ക് ഇല്ല. ഇനി അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടൊരു മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടല്ലോ, ഇന്ന് എൻ്റെ മക്കൾ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയ ഹാപ്പി ആയിട്ടോ. സോ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആ ഒരു പാരന്റും വിളിച്ചില്ല. 1-2 പാരന്റ്സ് വിളിച്ചു. എന്തിനാ അറിയോ? അവരുടെ പ്രശ്നങ്ങൾ അറിയിക്കാം. അല്ലെങ്കിൽ ഒരു കുട്ടി ഇവിടെ അറ്റൻഡ് ചെയ്തു, മറ്റേ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട്, അതും കൂടി പറയാം. അപ്പൊ അതിന് മുമ്പൊരു വാക്ക് പറയണ്ടേ? എന്ത് വാക്ക് പറയണം? എൻ്റെ മകളോ മകനോ അറ്റൻഡ് ചെയ്തു, അവർക്ക് അസലായി, ഇഷ്ടമായി. ആ വാക്കൊന്നും പറയില്ല. ഇതാണ് എൻ്റെ പ്രോബ്ലം. ഉടനെ പ്രോബ്ലം പറയാം. കാരണം നമുക്കറിയില്ല എങ്ങനെയാണ്, എന്താ അറിയില്ല, റെസ്പോണ്ട് ചെയ്യാന്ന് പറയാം. എന്താ പറയാ അതിന്? വാക്ക് എഴുതണം. റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ റെസ്പോണ്ട് എന്നുള്ള വാക്കിന് വലിയ വിലയുണ്ട്. റെസ്പോണ്ട് എന്നാണ് വാക്ക്. റെസ്പോണ്ട്. ആർക്കാ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക? റെസ്പോൺസിബിൾ പീപ്പിൾ. നമ്മൾ റെസ്പോൺസിബിൾ സിറ്റിസൺ ആവണം എന്ന് പറയും. എന്താവണം? എന്താ റെസ്പോൺസിബിൾ ആവുക എന്ന് പറഞ്ഞ അർത്ഥം? റെസ്പോണ്ട് ചെയ്യുന്നവരാവണം. വഴിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്താൽ നമ്മൾ ആരായി? റെസ്പോൺസിബിൾ സിറ്റിസൺ ആയി. എനിക്ക് അബദ്ധം വരുമ്പോൾ ഞാൻ ചെയ്താൽ അതിന് റിയാക്ഷൻ എന്നാ പറയാം. എന്താ പറയാ? ഇപ്പൊ റിയാക്ഷൻ അല്ല വേണ്ടത്. എന്താ വേണ്ടത്? റെസ്പോൺസിബിൾ. എർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആരാണ്? റെസ്പോൺസിബിൾ സിറ്റിസൺ ആണ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ജീവിക്കാൻ, പക്ഷെ അടുത്ത തലമുറയ്ക്ക് പ്രശ്നം ഉണ്ടാവരുത്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, 4 ഇതിനൊരു നെറ്റ് വിട്ടുപോയി. അതുകൊണ്ടാണ് ഇങ്ങനെ പഠിക്കണം കറക്റ്റ് ആയിട്ട്. അതർവൈസ് ഐ ക്യാൻ ഡു എനി മാജിക് വിത്ത് ദാറ്റ്. റൈറ്റ്? വാട്ട് ഡു ഐ ഡു? ഇങ്ങനെ പാസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യണം? ജസ്റ്റ് ടിൽറ്റ് ഇറ്റ് and this becomes a circuit.
അപ്പൊ ഇത് 4 feet ആയിരുന്നു, ഇപ്പൊ എന്തായി 2πr ആയി അല്ലേ? ഏരിയ എന്തായി πr² ആയി, ആണോ അല്ലയോ? Get it? And now it will not go. So what do? Stretch it little, make an ellipse. എപ്പോഴാ സർക്കിൾ എലിപ്സ് ആവുന്നതെന്നറിയോ? ഇവിടെ ഒരു നെട്ടുണ്ടല്ലോ, ഈ നെട്ടും എന്ത് ചെയ്യണം? ഒരു റോഡ് വെച്ചിട്ട് കീപ് എ റോഡ് ഹിയർ ആൻഡ് ദെൻ കണക്ട് ബോത്ത് ഓഫ് ദം ആൻഡ് റൊട്ടേറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ എന്ത് പറ്റും? സെന്റർ ബൾജ് ചെയ്ത് പോവും, പോൾസ് താഴത്തേക്ക് വരും. അതാണ് എർത്തിന്റെ ഷേപ്പ് അങ്ങനെ ആവാൻ കാരണം. എർത്ത് ഈസ് റിവോൾവിംഗ് ലൈക്ക് ദിസ്, ദെർഫോർ വാട്ട് ഹാപ്പൻസ്? കുട ഉണ്ടാക്കുന്ന ആൾക്കാരെന്ത് ചെയ്യാം? നല്ലപോലെ റൊട്ടേറ്റ് ചെയ്താൽ സ്പീഡ് കൂടുമ്പോഴത്തേക്കും ബൾജ് ചെയ്യുക. അങ്ങനെയാണ് കുട ഉണ്ടാക്കുന്നത്. അത് ബൾജ് ചെയ്യാണ്ടിരിക്കാൻ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ അവിടെ ചെറുതായിട്ട് വരും. അണ്ടർസ്റ്റുഡ്? അത് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അവിടെ എക്സ്പാൻഡ് ചെയ്യില്ല, സെൻട്രലാണ് എക്സ്പാൻഡ് ചെയ്യുക. കുട അങ്ങനെയല്ലേ ഉള്ളത്. സോ ഭൂമിയും അങ്ങനെയാണ്. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് ജിയോഗ്രഫി പഠിക്കാം, മാത്സ് പഠിക്കാം, കുറേ കാര്യങ്ങൾ പഠിക്കാം. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ്. യു മസ്റ്റ് ബി ഏബിൾ ടു വിഷ്വലൈസ്. ഗോട്ട് ഇറ്റ്? എന്താ പൈയുടെ വാല്യൂ? നിങ്ങളുടെ പേപ്പറിൽ എഴുതിയോ ഞാനിപ്പോ പറഞ്ഞത്? ഞാൻ പറഞ്ഞു നിങ്ങളോട്, കണ്ടിന്യൂസ് റൈറ്റിംഗ് ആണ് നിങ്ങളുടെ സ്കില്ല്. അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കാം, അന്യോന്യൊന്ന് ഡിസ്കസ് ചെയ്യാം, പൈയുടെ വാല്യൂ ഇതാണോ? പൈ ഈസ് 22/7 ആണോ? ഉറപ്പാണോ? ആരാ നോ എന്ന് പറഞ്ഞത്? വണ്ടർഫുൾ, ഗുഡ് ബോയ്. വൈ? 22/7 is a rational number. What is pi? ആദ്യം നമ്മൾ പഠിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇറാഷണൽ നമ്പറിന്റെ എക്സാമ്പിൾ ആയിട്ട് പൈ. Correct or not? What is irrational number? Which cannot be written as in the form of a p/q. അങ്ങനെ എഴുതാൻ പറ്റാത്തതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇറാഷണൽ നമ്പർ എന്ന് പറയാം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് വാല്യൂ ഓഫ് പൈ? നിങ്ങൾ ഉടനെ പറഞ്ഞു 3.14 എന്ന് പറഞ്ഞാൽ 314 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. ആണോ അല്ലയോ? അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളെ കോൺട്രഡിക്റ്റ് ചെയ്യണം. So what is the value of pi? So what is the value of pi? What is the value of 1? 0.99999 എന്ന് പറയുവാണെങ്കിലും. What is the value of 2? What is the value of pi? Pi is a number. പൈയുടെ നമ്പർ ആണ് പൈ. എത്രയാണ് പൈയുടെ വാല്യൂ? പൈ. ആരെങ്കിലും ചോദിച്ചാൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് പൈ എന്ന് പറഞ്ഞാൽ എന്ത് പറയണം? പൈ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 0? 0. വാല്യൂ ഓഫ് 0 എന്ന് പറയുന്നത് ഡെസിബൽ ഇട്ടിട്ട് 0.0000 ലാസ്റ്റ് ഒരു 10 ഇട്ടാല് അല്ലെങ്കിൽ 1 ഇട്ടാല് 9 ഇട്ടാല് നോ, ദാറ്റ്സ് എ ഡിഫറെന്റ് നമ്പർ. പക്ഷെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുന്ന സമയത്ത് എളുപ്പം ചെയ്യണമെങ്കിൽ അതിന് തൊട്ടടുത്തൊരു വാല്യൂ ഉണ്ട്. നിങ്ങൾ നമ്പർ ലൈൻ വരയ്ക്കും. നമ്പർ ലൈൻ അറിയാലോ ഇല്ലേ? 0, നെഗറ്റീവ് നമ്പേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സ്. അതിൽ പൈ എവിടെയാന്ന് മാർക്ക് ചെയ്യും. 1, 2, 3, 4 അങ്ങനെ എഴുതാലോ. എവിടെയാ പൈ വരിക? ഒരു നമ്പർ ലൈൻ വരച്ചാൽ ദിസ് ഈസ് 0, 1, 2, 3,
4 -1 -2 -3. എവിടെയാ പൈ വരിക? ഇല്ലേ? 3.14. ഇതിനടുത്ത് വരുന്നൊരു വാല്യൂ ആണ് പൈ. ഈ അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇപ്പൊ ഞാൻ ഇന്നലെ എർത്തിന്റെ സ്പീഡ്, റവല്യൂഷൻ, റൊട്ടേഷൻ, ആ സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് 2πr ഉപയോഗിക്കണം. പക്ഷെ ആ സമയത്ത് 3.14 ഒന്നും ഉപയോഗിക്കില്ല, 3 ഉപയോഗിക്കുള്ളൂ. കാരണം ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടാ? 6200 ഓർ 6400 എന്നാ പറഞ്ഞത്. കാരണം എർത്തിന് കൃത്യമായിട്ടുള്ളൊരു ഡയമീറ്ററോ, എന്തായാലും ഡയമീറ്റർ മാറ്റിയിട്ട് റേഡിയസ് ആക്കണ്ട ഇല്ലേ? സെമി മേജർ ആക്സിസ്, സെമി മൈനർ ആക്സിസ് ഒന്നും ഞാൻ നോക്കുന്നില്ല. എന്താണ് സെമി മേജർ ആക്സിസ്, സെമി മൈനർ ആക്സിസ്? എലിപ്സ് ആണെങ്കിൽ ഇഫ് ഐ കൺസിഡർ എർത്ത് എന്താണ്? എലിപ്സോയിഡാ. എന്താണ്? എലിപ്സോയിഡാ. ഇങ്ങനെയാണ്, ഇങ്ങനെ വരച്ചാൽ ഇത് എർത്താണ്. അതിൽ കുറച്ച് ഭാഗം ഇങ്ങോട്ട് പോയാലും ഒക്കെ എർത്താണ്. ഫൈൻ, എർത്താണെന്ന് അറിയാൻ ഒരു ഇക്വേറ്റർ കൂടി വരച്ചു തരും. അപ്പൊ ഇവിടുന്ന് ഞാൻ ഇവിടത്തേക്കുള്ളത് എന്തായിട്ട് എനിക്ക് എടുക്കാം? 200 എടുക്കാം, 400 എടുക്കാം. മനസ്സിലായോ? ഇത് 6000 ഉണ്ടാവും, 6400 ഉണ്ടാവും. ഓരോ സ്ഥലത്തും മാറ്റം. എന്തുകൊണ്ടാ? കാരണം അങ്ങനെയാണത് റിവോൾവ് ചെയ്യുന്നത്. അങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ബൾജ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതില് thousands of kilometers താഴത്തേക്ക് പോകുന്നതും കടലുണ്ടാവും. ഇവിടെയാണ് കടലെന്ന് വിചാരിക്കും. 1000 കിലോമീറ്റർ, എവറസ്റ്റിന്റെ 2 എവറസ്റ്റ് ഉള്ളിലേക്ക് ഇടാൻ പറ്റുന്ന ആഴമുള്ള കടൽ പോലും ഉണ്ട്. ബിഗ് ഡിച്ചസ് ആണ് കടലിനകത്ത്. 70% കടലാണ്. നമ്മൾ ജിയോ ഫിസിക്സും ജിയോളജിയൊക്കെ അറിയണം. ഇതൊക്കെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നതാണ്. ആ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയത്ത് ജിയോയിഡ് എന്നാ പറയാ. എന്താ പറയാ? ജിയോയിഡ്. ആ സബ്ജക്റ്റിന്റെ പേര് ജിയോഡസി. മാത്തമാറ്റിക്സ് ആണ്, ഫുൾ മാത്തമാറ്റിക്സ് ആണ് ജിയോഡസി. ഓൺലി മാത്തമാറ്റീഷ്യൻസ് ക്യാൻ ഡു ജിയോഡസി, നോട്ട് ഈവൻ ഫിസിക്സ് പീപ്പിൾ. നല്ല മാത്സ് സ്ട്രോങ് ആയാലും ചെയ്യാൻ പറ്റും. അത് ഓരോരാളും വ്യത്യസ്തമായ റേഡിയസും മാറ്റും, പ്രൊജക്ഷനും മാറ്റും. ആ പ്രൊജക്ഷനൊക്കെ നമ്മൾ മാപ്പ് കണ്ടുപിടിക്കുന്നില്ലേ? ആ മാപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഒരു എർത്ത് എന്ന് പറയുന്ന റൗണ്ടിന്റെ മാപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിനെ ഇന്ന് എർത്ത് ഡേ ആണ്, അപ്പൊ എർത്തിനെ കുറിച്ച് കുറച്ച് പഠിക്കാം അല്ലേ? ആ എർത്തിനെ എന്ത് ചെയ്യണം? ഇതിന്റെ സെന്ററിൽ ഒരു ബോൾ വെച്ചിട്ട് ആ എർത്തിന്റെ സെന്ററിൽ ഒരു ബൾബ് വെക്കാം. എന്നിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു സിലിണ്ടർ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം, പേപ്പർ. ഇതിനകത്താണ് എർത്തുള്ളത്. ഫൈൻ. എന്നിട്ട് ആ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. എല്ലാ നമ്മുടെ ഇന്ത്യയുടെ പടമൊക്കെ അതിനകത്തേക്ക് പ്രൊജക്ട് ചെയ്ത് വരും, വരില്ലേ? ആ പ്രൊജക്ട് ചെയ്ത് വരുമ്പോ കിട്ടുന്നതൊക്കെ മാപ്പ് ചെയ്ത് വെക്കുക. അതിനെയാണ് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയാം. മാത്തമാറ്റിക്സ് ആണ്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊജക്റ്റ് ചെയ്യാണ്. കീപ്പ് എ പ്ലെയിൻ, ഇവിടെ ഉണ്ടാവുന്ന മലകളൊക്കെ പ്രൊജക്ട് ചെയ്തിട്ട് കിട്ടുന്ന ഓർത്തോഗണൽ പ്രൊജക്ഷൻ 90 ഡിഗ്രി. ഇവിടെ ഞാൻ വെക്കുന്നത് സിലിണ്ടർ ആണെങ്കിൽ ആ പ്രൊജക്ഷന്റെ പേരാണ് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ. അപ്പൊ എനിക്ക് നല്ല മാപ്പ് കിട്ടും. എവിടെ കിട്ടുള്ളൂ? പക്ഷേ ഈ ടച്ച് ചെയ്യുന്നിടത്ത് മാത്രമേ കിട്ടുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ എന്താ പറ്റുമോ? ഡൈവേർജ് ആയിട്ട് പോകും. വേറെ ടച്ചിങ് ഡയറക്റ്റ് ആയിട്ട് മാപ്പ് കിട്ടും. ഈ ഭാഗത്ത് ഇപ്പൊ ഇന്ത്യയുടെ പടം വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ്. ഈ ഭാഗമൊക്കെ കറക്റ്റ് ആയിട്ട് മാപ്പ് ചെയ്യും. പക്ഷെ ഇവിടെ നമ്മുടെ ജമ്മു കാശ്മീരൊക്കെ വരുമ്പോ എങ്ങനെയാവും? ഇങ്ങനെയായിട്ട് മാറും, വീതി കൂടും. അങ്ങനെയല്ലേ ലൈറ്റ് പ്രൊജക്ട് ചെയ്യാം. ആർ യു ഗെറ്റിംഗ്? നിങ്ങളൊരു ചെറിയൊരു ബോൾ എടുക്കുക, അല്ലെങ്കിൽ ബൾബ് എടുക്കുക, ബൾബിന് കുറെ വരയ്ക്കുക, ഇന്ത്യയുടെ പടം വരയ്ക്കുക ബൾബിന്റെ മുകളിൽ. എന്നിട്ട് എന്ത് ചെയ്യാം? ഒരു സിലിണ്ടർ വെച്ചിട്ട് അതിന്റെ ഷാഡോ നോക്കിയാൽ കാണും ഇന്ത്യ പോലെ കാണുകയില്ല. എങ്ങനെ കാണാം? കേരളമൊക്കെ പെർഫെക്റ്റ് മാപ്പായിരിക്കും. പക്ഷേ UP കാശ്മീരൊക്കെ എത്തുമ്പോൾ എന്താവും? കുറേ എലോങ്ങേറ്റ് ചെയ്ത് വരും. അപ്പൊ നമുക്ക് ഇഷ്ടമല്ല. എന്ത്? കാരണം ഭാരതത്തിന്റെ മിക്കവാറും ഭാഗം ഇക്വേറ്ററിനടുത്തല്ല, കുറച്ച് മുകളിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് നടക്കില്ല. എന്ത് ചെയ്യണം? നമ്മള് അതിന് പകരം ഒരു കോൺ വെച്ചാൽ മതി.
കാരണം എർത്തിന്റെ താഴത്ത് എനിക്ക് ആവശ്യമില്ലല്ലോ. എവിടെ ആവശ്യമുള്ളൂ? മുകളിലല്ലേ. എന്നിട്ട് എർത്ത് ഇങ്ങനെ വെക്കുക. എർത്ത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്താൽ എന്ത് പറ്റും? ഈ ഭാഗം ടച്ച് ചെയ്യും. മറ്റേ ഭാഗത്ത് ടച്ച് ചെയ്യുന്നില്ലെങ്കിലും പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങോട്ട് ഫോൾഡ് ആയതുകൊണ്ട് ഒരുവിധം നല്ലപോലെ മാപ്പാവും. ഈ പ്രൊജക്ഷനാണ് കോണിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. പോയിട്ട് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുക. ഇതൊക്കെ ബാക്കിയൊക്കെ ഇങ്ങോട്ട് പഠിക്കുക. യു വിൽ സീ ബ്യൂട്ടിഫുൾ ലെസൺസ്. ഇത് ജിയോഗ്രഫിയാണ് ഞാനിപ്പോൾ പറയുന്നത്. എന്ത് സബ്ജക്റ്റാണ്? ജിയോഗ്രഫി. ജിയോഗ്രഫി ആണോ? അല്ല, ഫുൾ മാത്സ് ആണ്. യു ക്യാൻ ഡു ഓൾ ദീസ് എക്സ്പെരിമെന്റ് അറ്റ് ഹോം. ഓക്കെ, ആദ്യം ബൾബ് വെച്ചിട്ട് സിലിണ്ടർ വെക്കുക. എന്നിട്ട് കിട്ടുന്നത് അതിന്റെ മുകളിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊരു കോൺ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ വെക്കുക. എന്നിട്ട് വരുന്ന ഇല്ലേ അതിന്റെ ഒരു പ്രൊജക്ഷൻ വരുമല്ലോ, ഷേപ്പ്, അത് മാപ്പ് ചെയ്യാം. രണ്ടും ഡിഫറെന്റ് ഷേപ്പ് ആയിരിക്കും. ചെറിയ രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഓസ്ട്രേലിയ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രം നിൽക്കുന്ന ചെറിയൊരു രാജ്യം. അതൊക്കെ പ്രൊജക്ട് ചെയ്താൽ കറക്റ്റ് കോണായാലും കുഴപ്പമില്ല, സിലിണ്ടർ ആയാലും കുഴപ്പമില്ല. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. ഇവിടെ നിന്ന് അവിടത്തേക്ക് 3000 കിലോമീറ്റേഴ്സ് ഉണ്ട്. ആകെ എർത്ത് 6000 കിലോമീറ്റർ ഉള്ളൂ. അതിൽ പകുതി ഭാഗം തന്നെ ഇന്ത്യ ഹൈറ്റിലും വിഡ്ത്തിലും കുഴപ്പമില്ല, ലോഞ്ചിറ്റ്യൂഡിലും കുഴപ്പമില്ല. കാരണം ഒരേപോലെയാണല്ലോ, സർക്കിളിൽ പോകുന്നത്. അപ്പൊ ഇന്ത്യ തീരുമാനിച്ചു ഒരു കോൺ വെച്ചാൽ പോരാ. പ്രശ്നം എവിടെ ഉണ്ടാവണേ? അങ്ങേ അറ്റത്തേക്ക് കോൺ ഉണ്ടാവുമ്പോൾ. അപ്പൊ ആദ്യം ഒരു വലിയ കോൺ വെക്കും. എന്നിട്ട് അടുത്ത കോൺ എന്ത് ചെയ്യും? ഒന്നും കൂടി അടുപ്പിച്ചിട്ട് തൊപ്പി വെക്കുന്നത് പോലെ വെക്കും. അപ്പൊ ഇന്ത്യയുടെ കുറച്ച് ഭാഗം, ആദ്യത്തെ ഭാഗം ഒരു കോൺ, പിന്നത്തെ ഈ ഭാഗം വരുമ്പോ അടുത്ത കോൺ, പിന്നത്തെ ഈ ഭാഗം വരുമ്പോ അടുത്ത കോൺ, പിന്നെ അങ്ങനെ അങ്ങനെ കുറേ കോൺസ് വെച്ചിട്ട്, ഡിഫറെന്റ് കോൺസ് വെച്ചിട്ട് ചെയ്യുന്ന കൺസെപ്റ്റാണ് ഇന്ത്യയുടെ മാപ്പ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രൊജക്ഷൻ എന്ത് പ്രൊജക്ഷൻ ആണ്? നിങ്ങൾ കേട്ടൊരു വാക്കായിരിക്കും, പോളികോണിക് പ്രൊജക്ഷൻ. സാമൂഹ്യ പാഠത്തിൽ കേട്ടിട്ടുണ്ടല്ലേ? സോഷ്യൽ സയൻസിൽ എന്ത് പ്രൊജക്ഷനാണ് ഇന്ത്യ ഉപയോഗിക്കണേ? പോളികോണിക്. ഇത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് മാത്സ് ആണെന്നും ഇതാണ് ഇതിന് കാരണം നിങ്ങൾ അറിഞ്ഞില്ലല്ലോ ഇതുവരെ. അറിയണം. അപ്പൊ നിങ്ങൾ ഏത് സബ്ജക്റ്റിന്റെയും ഉള്ളിലേക്ക് എത്തിയിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തായിട്ട് മാറും? ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ മാത്സ്. ബിക്കോസ് മാത്സ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് എക്സ്പ്രസിങ് എനിത്തിങ് വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഫാക്ട്സും ഫിഗേഴ്സും അല്ലേ? പിന്നെ നമ്മള് നമ്പർ സിസ്റ്റം ഒക്കെ പഠിക്കാൻ വേണ്ടി വെറുതെ പൈ പറയുമ്പോൾ വരച്ചു, അത് ഉപയോഗിക്കാം. വേറൊരു കാര്യത്തിനും കൂടി ഉപയോഗിക്കാം. എന്താ വേറൊരു കാര്യം? ഹിസ്റ്ററി പഠിക്കാനും ഇത് ഉപയോഗിക്കാം. ആണോ അല്ലയോ? എന്ത് ചെയ്യണം? ഇത് 1000, ഇത് 2000, ഇത് 3000. അപ്പൊ നമ്മളിപ്പോ എവിടെയാണത്? 2025 Understood? So you are living here now. ഏതിനു ശേഷം? ക്രിസ്തുവിന് ശേഷം. ആണോ അല്ലയോ? അതിനെന്താ നമ്മൾ പറയാ? ഇതെന്താണ്? AD. ഇതെന്താണ്? അപ്പൊ നിങ്ങൾ ജനിച്ചത് BC-യിലാണോ AD-യിലാണോ? ഞാനൊക്കെ BC-യിലാണ് ജനിച്ചത്, ബിഫോർ കമ്പ്യൂട്ടേഴ്സ്. നിങ്ങളൊക്കെ AD-യില, ആഫ്റ്റർ ഡിജിറ്റൽ. മനസ്സിലായോ? ലോകം ആകെ മാറി. BC-യും എന്തായിരുന്നു അതിനുശേഷവും. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, അഡാപ്റ്റീവ് ലേണിംഗ് ബുക്ക് എഴുതി, പക്ഷെ ആരും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ അത് ഞാൻ എഴുതിയത് BC-യിലാണ്, ബിഫോർ കോവിഡ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഉപയോഗിക്കാതെ, ആഫ്റ്റർ ഡിസീസ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ കുറേ പുതിയ പുതിയ വാക്കുകളും റിലേഷൻഷിപ്പും ഒക്കെ അറിയാം. ഇതിൽ ഏറ്റവും നല്ല കവിത എഴുതിയ ഒരാളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കവി, കുട്ടികളുടെ കവി. ആരാ കുട്ടികളുടെ കേരളത്തിന്റെ കവി? കുഞ്ഞുണ്ണി മാഷ്. ഇതിനെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ടറിയോ? ഹിസ്റ്ററിയെ കുറിച്ച്. ABCD ഇങ്ങനെയാണ്. ABCDയിലുണ്ടൊരു തത്വം, കാലത്തിൻ തത്വം. അതാണ് ഹിസ്റ്ററി. ഏടിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു BC എന്നാണ് തത്വം. AD-യുടെ ഉള്ളിലാണോ BC? ആണ്. പല കാര്യങ്ങളും നോക്കിയാൽ ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കും പണ്ട് നടന്നിട്ടുള്ളത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്.
ബർത്ത്ഡേ പറയുമ്പോഴും നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞു ഇല്ലേ? അപ്പൊ നമ്മൾ ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് അതെപ്പോ തുടങ്ങി എന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെയല്ലേ ഇപ്പൊ നമ്മൾ തുടങ്ങിയത്? ആര് പറഞ്ഞു? മഹാത്മാഗാന്ധി പറഞ്ഞു. അപ്പൊ ഞാൻ ഈ 2025 എപ്പോഴാ തുടങ്ങിയത്? 1970 തുടങ്ങിയ എർത്ത് ഡേ. അപ്പൊ നിങ്ങൾക്കൊരു നമ്പർ ലൈൻ വരച്ചിട്ട് നിങ്ങൾക്കറിയുന്ന എല്ലാ കാര്യങ്ങളും ആ നമ്പർ ലൈൻ എക്സ്പാൻഡ് ചെയ്ത് സ്ഥലം മതിയാവുന്നില്ല എന്ന് എന്ത് ചെയ്യണം? ഉടനെ തന്നെ ഇത് 1500 ആയി, ഇത് 1700 ആയി. ഇതിനപ്പുറത്തേക്ക് അറിയുമ്പോഴത്തേക്ക് 1900 to 2000 കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ എഴുതാം. എന്തെഴുതണം? 1990 to 2000 നടക്കുന്നതൊക്കെ ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. Will you be able to make a beautiful chart? ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഡിജിറ്റലായിട്ട് കമ്പ്യൂട്ടറിലോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാം. സോ ഐ മെയ്ഡ് ദ ഹിസ്റ്ററി ഓഫ് ദ ഹോൾ വേൾഡ് ലൈക്ക് ദാറ്റ്. അതിപ്പോ എന്റെ കയ്യിലിരിപ്പുണ്ട്. അതുകൊണ്ട് ഏത് ചോദ്യം എവിടെ നിന്ന് ചോദിച്ചാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ ക്യാൻ റെഫർ ഇറ്റ് ഫാസ്റ്റ് ആൻഡ് ടെൽ യു ദാറ്റ്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പഠിക്കുമല്ലോ അല്ലേ? ഗോട്ട് ഇറ്റ്? ഓരോ കാര്യങ്ങളും നമ്മൾ അങ്ങനെ പഠിക്കണം. മഹാത്മാഗാന്ധി ഉണ്ടായിരുന്ന കാലം എപ്പോഴാണ്? മാർപ്പാപ്പ ഇന്നലെ ന്യൂസ് വരുമ്പോൾ ഉടനെ തന്നെ മാർക്ക് ചെയ്ത് വെക്കണം. ഏത് കൊല്ലം ജനിച്ചു, ഏത് കൊല്ലം തീർന്നു. അപ്പൊ ന്യൂസ് വായിക്കുക, ഉടനെ തന്നെ മാർക്ക് ചെയ്തിട്ട് എന്റെ നോളജ് ബാങ്കിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക്, മേക്ക് ദറ്റ് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് ഇൻ ടു എ ചാർട്ട്. ഇപ്പോ അടുത്ത കൊല്ലം പഠിക്കാൻ പോകുന്ന ഹിസ്റ്ററി ഉണ്ടല്ലോ, എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചാപ്റ്റർ വായിക്കുക, നമ്പർ ലൈനിലേക്ക് മാർക്ക് ചെയ്യുക. വാട്ട് ഈസ് ഹിസ്റ്ററി ചാർട്ട്? എന്നിട്ട് റോൾ ചെയ്തിട്ട് ഓരോ ചാപ്റ്ററും എക്സ്പാൻഡ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടൊരു ചാപ്റ്റർ പഠിപ്പിച്ചു തീർക്കാം. ആകെ 7 ചാപ്റ്റർ, 8 ചാപ്റ്റർ, 10 ചാപ്റ്റർ ഉണ്ടാവും. നിങ്ങളുടെ ഹിസ്റ്ററി എത്ര ദിവസം കൊണ്ട് പഠിക്കാം? 10 ദിവസം കൊണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ പഠിക്കാൻ. എന്ത് എളുപ്പമെന്ന് ആലോചിച്ച് നോക്കും. ഇത് വലിയ കഥ പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത് എക്സ്പാൻഡ് ചെയ്ത് സംസാരിക്കാൻ നമുക്കറിയാം. When it happened, history. Where it happened, geography. Why it happened, politics. Civics എന്നൊക്കെ പറയുന്ന സബ്ജക്ട് ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ പഠിച്ച് കുറെ നോട്ട്സ് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൂളാണ് എന്ത്? മാത്തമാറ്റിക്സ്. ഗ്രാഫ്, ടൈം ലൈൻ ഗ്രാഫ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം. അത് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. ഞാൻ ഏറ്റവും എളുപ്പം എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഞാൻ ജനിച്ച വർഷം നെഹ്റു മരിച്ചു. ഇത്ര എളുപ്പമാണ് ആലോചിക്കാൻ അല്ലേ? ഞാൻ മാസ്റ്റേഴ്സിന് ചേർന്ന MSc ചേർന്ന കൊല്ലം ഇന്ദിരാഗാന്ധി മരിച്ചു. എനിക്ക് ജോലി കിട്ടിയ കൊല്ലം രാജീവ് ഗാന്ധി മരിച്ചു. അപ്പൊ എളുപ്പമാണ്, നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യും ഇല്ലേ? ഓരോ കാര്യങ്ങളും ലൈഫായിട്ട് റിലേറ്റ് ചെയ്യും. അപ്പൊ ഇന്നലെ ഞാൻ CV രാമന്റെ കഥ അങ്ങനെയാ പറഞ്ഞത്. Got it? അപ്പൊ എല്ലാ കാര്യങ്ങളും റിലേറ്റ് ദാറ്റ് ആൻഡ് ദെൻ സ്റ്റാർട്ട് മേക്കിംഗ് യുവർ ഓൺ സ്റ്റോറീസ്. നിങ്ങളുടെ സ്റ്റോറീസ് നിങ്ങൾ ഉണ്ടാക്കണം. എന്നിട്ട് അത് കഥയായിട്ട് എഴുതണം. അങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ ഒരു പ്രഭാഷണം, ഇപ്പൊ ഞാൻ എർത്ത് ഡേയെ കുറിച്ച് പറയാൻ പറഞ്ഞു. അടുത്ത വർഷത്തേക്ക് പറയുന്ന സമയത്ത് ഓരോ കൊല്ലം, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ 1970 മഹാത്മാഗാന്ധി ഇന്ന വർഷമാണ്, ഇന്ന കാലത്താണ് ബുക്ക് എഴുതിയത്, നമ്മുടെ ചരിത്രത്തിൽ ഇന്ന പുസ്തകത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെന്താ പറയാ? ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ആ ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ മാത്സ് ആണ്. ഏത് ന്യൂസിനും ഫാക്ട്സും ഫിഗേഴ്സും വേണം. അപ്പോഴാണ് സോളിഡ് ആവും. നിങ്ങൾ നോളജബിൾ ആണെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നത് നമ്പേഴ്സ് പറയുമ്പോഴാണ്. ഇപ്പൊ ഏരിയ ഓഫ് എർത്ത്, ഏരിയ ഓഫ് ആമസോൺ, ഏരിയ ഓഫ് ഇന്ത്യ, ഏരിയ ഓഫ് കേരള, then compare with them and then learn. Okay? Learn. ഏതെങ്കിലും ഒരു രാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഒട്ടനെ സൂം ഔട്ട്, സൂം ഇൻ, ഫൈൻഡ് ഔട്ട് ഓൺ ഗൂഗിൾ മാപ്പ് വേർ ഇസ് ഇറ്റ്. ഇപ്പൊ ഞാൻ ഫിജിയിൽ പോയി. എവിടെയാ ഫിജി? ഇന്ത്യൻ ഓഷൻ കഴിഞ്ഞ് പസഫിക് ഓഷൻ തുടങ്ങുന്നിടത്തുള്ള ചെറിയൊരു ഐലൻഡ് ആണ് ഫിജി. അറിയാതെ എങ്ങോട്ട് പോവാം. അറിഞ്ഞു പോകുമ്പോഴോ you know, and then when you go you learn quite a lot. നിങ്ങൾ അറിയാതെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അറിഞ്ഞു പോകുന്നതിനേക്കാളും
അറിയാതെ പോകുന്നതിനേക്കാൾ ഏതാ നല്ലത്? അറിഞ്ഞു പോകുന്നതാണ്. അതിൻ്റെ ജിയോഗ്രഫി അറിയണം, അതിൻ്റെ ഹിസ്റ്ററി അറിയണം. അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ അറിയാവുക യഥാർത്ഥമായിട്ട് പഠനം ചെയ്യുന്ന കുട്ടികളായിട്ട് മാറുക. അതല്ലെങ്കിൽ യു ജസ്റ്റ് ബിക്കം എ സൈറ്റ് സീയിങ് പേഴ്സൺ. ഇപ്പൊ ഒക്കെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക, ഒക്കെ എഴുതുക. ഇപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പൈത്തഗോറസ് തിയറം ഉണ്ടോ ഇല്ലയോ? പഠിച്ചോ? ആരെങ്കിലും ഗൂഗിൾ ചെയ്ത് നോക്കിയോ പൈത്തഗോറസിന്റെ നാട് എവിടെയാണ്? അറിയണം. വേർ ഈസ് പൈത്തഗോറസ് ഫ്രം? ഈ ഒരു തിയറം അല്ലാതെ വേറെ എന്തെങ്കിലും തിയറം അയാൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? വളരെ ഫേമസ് ആയിട്ടുള്ള ട്രയാങ്കിളിന്റെ ഒരു റൂൾ അയാൾ ഉണ്ടോ ഇല്ലയോ? ഒറ്റ തിയറം മാത്രം ഒരു മാത്തമാറ്റീഷ്യൻ കണ്ടുപിടിക്കുമോ? അങ്ങനെ ഒരു മാത്തമാറ്റീഷ്യൻ ലോകത്തുണ്ടാവും? വേറൊന്നും കണ്ടുപിടിച്ചില്ല, ഒരു തിയറം മാത്രം ആണോ? ഒന്ന് കണ്ടുപിടിക്ക്, അപ്പൊ അറിയാം. അപ്പൊ അറിയും പൈത്തഗോറസ് അല്ല ശരിക്കത് കണ്ടുപിടിച്ചത്. ആരാ? ബൗദ്ധ്യായനൻ ആണ്. ഭാരതത്തിലെ പണ്ടുണ്ടായിരുന്ന ബൗദ്ധ്യായനൻ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഉണ്ട് ബൗദ്ധ്യായനൻ ഹൈഫൺ പൈത്തഗോറസ് തിയറം. ആരാ ആദ്യം ജനിച്ചത്? പൈത്തഗോറസോ ബൗദ്ധ്യായനോ? അത് കണ്ടുപിടിക്കുക, അപ്പൊ അറിയാൻ കൃത്യമായിട്ട് ആരാ കണ്ടുപിടിച്ചതെന്ന്. അപ്പൊ ഇവിടുന്ന് മോഷ്ടിച്ചിട്ട് തിരിച്ച് പറഞ്ഞത് കൊണ്ടാണ് പൈത്തഗോറസ് തിയറം എന്ന് അറിയപ്പെട്ടത്. അപ്പൊ എപ്പോഴാണ് പൈത്തഗോറസ് ഇവിടെ വന്നതെന്ന് അറിയണം. ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ? എങ്കിലല്ലേ ഇവിടുന്ന് മോഷ്ടിക്കുള്ളൂ. അപ്പൊ എപ്പോഴാ വന്നത്? അതിന് ശേഷമാണോ അദ്ദേഹം കണ്ടുപിടിച്ചത്, അതിന് മുമ്പാണോ? അണ്ടർസ്റ്റുഡ്? സോ ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സ്, ഓരോ വിഷയം കിട്ടുമ്പോഴും ഡോണ്ട് ലീവ് ഇറ്റ്. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് കേൾക്കുമ്പോൾ ഉടനെ ചോദിക്കണം ഇതാരാ എഴുതിയത്. അതല്ലെങ്കിൽ നിങ്ങൾ LKG സ്റ്റുഡൻറ്. അതാരാണെന്ന് കണ്ടുപിടിച്ചാൽ യു ബിക്കം എ PG സ്റ്റുഡൻറ്. അല്ലേ? നിങ്ങളൊക്കെ LKG പഠിപ്പിച്ച ടീച്ചർമാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടോ? അവർ പഠിപ്പിച്ചിട്ടുണ്ടാവും ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ. അവരോട് ചോദിക്കുക എപ്പോഴാ ഫാളിംഗ് ഡൗൺ, എത്ര കൊല്ലായി ഇത് വീഴുന്നത്, എപ്പോഴാ ഇത് വീണ് തീരുന്നത്? ഈസ് ഇറ്റ് ഫാളിംഗ് ഡൗൺ ഓർ ഫാളൻ ഡൗൺ? ഇത് എഴുതിയത് 400 കൊല്ലം മുമ്പാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി താഴത്ത് വീണിട്ടുണ്ടാവില്ലേ? അപ്പൊ എവിടെയാ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് ചോദിക്കുക. ലണ്ടൻ ബ്രിഡ്ജ് ഡോക്ടർ TPS. then you will get a story about it. ഓരോ സംഭവത്തെക്കുറിച്ച് നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണം. ചോദ്യം ചെയ്യാൻ ഇന്നലെ പറഞ്ഞത് മടിക്കാതിരിക്കുവിൻ. ചോദ്യം ചെയ്യാൻ മടിക്കാതിരിക്കുവിൻ. മൂഢവിശ്വാസങ്ങൾ തള്ളിക്കളയുവിൻ. ഡോണ്ട് ബിക്കം ബ്ലൈൻഡ്. ആരെങ്കിലും പറഞ്ഞു കേട്ടത് കൊണ്ട് ശരിയാണെന്നൊന്നും വിശ്വസിക്കരുത്. ആസ്ക്, കീപ് ഓൺ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ? അപ്പോൾ 5 മിനിറ്റ് എർത്ത് ഡേയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതും. വാട്ട് ഈസ് ദ റിലവൻസ് ഓഫ് എർത്ത് ഡേ, വാട്ട് ഈസ് എർത്ത് ഡേ, വൈ വി ഷുഡ് ഹാവ്. ഓക്കെ? അതിൽ കുറെ ഫാക്ട്സും ഫിഗേഴ്സും വരണമെങ്കിൽ മാത്തമാറ്റിക്സും കൂടി അറിയണം. ഏരിയ കമ്പയർ ചെയ്തിട്ട് പറയുമ്പോഴാണ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുക. അല്ലേ? ഇപ്പൊ പറ്റില്ല, പക്ഷെ ഇത് ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. അടുത്തിരിക്കുന്നവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം.